നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയൊരു അപ്ഡേഷന് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യണം. അപ്പോൾ താമസിക്കേണ്ട നമുക്ക് വീഡിയോട്ട് കിടക്കാം. മിക്കാൽ സ്റ്റയറെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്തിരിക്കുന്നു. ഈ വർഷത്തെ നമ്മളെ മെയിൻ കോച്ചായ മിക്കാൽ സ്റ്റയറെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം 11 പോയിന്റാണ് ഇപ്പം പോയിന്റ് ടേബിളിലുള്ളത് 12 കളിയിൽ. അപ്പം ഇതിൽ കൂടുതലും കളിയും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് കോച്ചായ പുരുഷോത്തമനാണ് ഇപ്പം ടീമിനെ പരിശീലിപ്പിക്കുന്നത്. അടുത്ത് പുതിയ കോച്ച് പറഞ്ഞവരെയാണ് ഈ അസിസ്റ്റന്റ് കോച്ചിന്റെ സേവനം. മിക്ക സ്റ്റേറൈസ് നല്ലൊരു കോച്ചായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ ടീമിൽ നിന്ന് വിട വാങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു കോച്ചിന് വേണ്ടി കുറേ ഹ്യൂമറെല്ലാം ഉണ്ട്. അതൊന്നും ശരിയാവുമെന്ന് അറിയത്തില്ല. അപ്പം മിക്ക സ്റ്റേറെ പറ്റി പറയുകയാണെങ്കിൽ മിക്ക സ്റ്റേറെ നമ്മളിപ്പോൾ ഫുൾ അറ്റാക്കിംഗ് മൈൻഡിലുള്ള ഒരു കോച്ചാണ്. ഡിഫെൻസീവ്പരമായിട്ട് നമ്മൾ പ്ലേസ് ഉണ്ട്, പഴയ പ്ലേസ് ആണ്, അതുപോലും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഗോൾ കീപ്പർ എറർ കാരണം കുറേ കളി അത് അങ്ങനെ തന്നെ തോറ്റിരിക്കുന്നു. അതേപോലെ ഡിഫൻസിൻ്റെ എറർ, ടീം സെറ്റായി വരുന്നില്ല. പല ഫോർമേഷനുകളും ചെയ്തിട്ടും ടീം ഒത്തുടക്കം കാണിക്കുന്നില്ല. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മിക്ക സേറ ഔദ്യോഗികമായി വിട വാങ്ങിയത്. ഇപ്പം ഫുള്ളും ഉത്തരവാദിത്വം മിക്ക ഷെയറിനല്ല, ഫുള്ളും മാനേജ്മെൻറ്റാണ്. ഫുള്ളും ഈ ആരാധകരുടെ ഈ പ്രഷർ കാരണം ഫുൾ പ്രശ്നവും മിക്കാസരെ കെട്ടിയാണ് മാനേജ്മെൻറ്റ് വെളിയേക്കുന്നത്. നമ്മൾ ഫുള്ള് ഉത്തരവാദിത്വം കൊടുക്കുന്നത് നമ്മളെ മാനേജ്മെൻറ്റിനാണ്. മാനേജ്മെൻറ്റ് പോയാലേ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചെങ്കിലും അടുത്ത സീസണിലായാലും കുറച്ചെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഒരു ബെസ്റ്റ് 4 ടീമിലും കയറാൻ പറ്റത്തുള്ളൂ. ഈ ടീം വെച്ച് പോയാൽ നമ്മൾ ഇപ്പം എത്ര പരിശീലനം വന്നാലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അത് ചെറിയൊരു സത്യമാണ്. അത് ഇപ്പം ഇനി അടുത്ത വിൻ്റർ ട്രാൻസ്ഫറിലായാലും ജനുവരി ട്രാൻസ്ഫറിലായാലും പുതിയ നല്ല അറ്റാക്ക്, നല്ല പൈസ കൊടുത്ത് നല്ല പ്ലേയേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മൾ ജിക്സൺ സിംഗിനെ ടീമിൽ നിന്ന് പോയിട്ട് പോലും പുതിയ ഒരു റീപ്ലേസ്മെൻറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളെ സകല് അങ്ങനെ നല്ല മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. അവരെല്ലാം പോയിട്ട് ഒരു നല്ല സൈനിങ് പോലും ഇന്ത്യൻ നിലയിൽ കൊടുത്തിട്ടില്ല. അതിന് വളരെ നെഗറ്റീവ് പോയിന്റാണ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലും നമ്മളെ ഉടമസ്ഥ അവകാശത്തിലും ഉള്ളത്. ഇങ്ങനെ പോയി എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ ഈ വർഷം നമ്മളിപ്പോൾ ടോപ്പ് 6 കയറാൻ പറ്റുമെന്ന് നമുക്ക് ഡൗട്ടാണ്. ഫുൾ കളി ഇപ്പം പകുതിയിൽ കൂടുതൽ കളി ഇപ്പം പോയി 7 കളി ആൾറെഡി തോറ്റിരിക്കുന്നു. ഇനി ഒരു 2-3 കളിയും കൂടെ തോറ്റാൽ ഇനി ഈ വർഷത്തെ നമ്മളെ പ്ലേ ഓഫും സീരീസും ഒന്നും നമ്മൾ കാണത്തില്ല. ഇനി അടുത്ത വർഷം ആയാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പരെ തുടങ്ങിയാലേ നമുക്ക് അടുത്ത വർഷമായാലും നമുക്ക് ഒരു നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ വർഷം നമ്മൾ പ്ലേ ഓഫ് കയറോ ഇല്ല എന്നല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.